ശരി, പെട്ടികിടക്കുകയാണല്ലേ? വെറും കൈയോടെ വിടുകാലെന്ന് ഉറപ്പാണല്ല. വിലക്കുന്നില്ലടാവട. അച്ഛന്റെ മകളെ അരൂക്ഷ ജയിച്ചതിന് കടലമ്മ തന്ന സമ്മാനമാണ്. വഞ്ചിമറിച്ചെന്നെ നടക്കരുത് കേട്ടാ. കളിപ്പിക്കല്ലേ കളിപ്പിക്കല്ലേ. എങ്ങാനാ കൊണ്ടുപോകണം? ഉമ്മള് തമ്മിൽ എന്തിനാണ് യുദ്ധം? ഇവിടെ വേണം ഇങ്ങാട് വരാൻ. അവിടെ നിന്റെ മകനെ ഇനി കാശൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെലവാക്കണം. ഇനി ആ ചെലവ് വരാൻ പോണത് കോളേജിൽ പഠിക്കാൻ പോകേണ്ട കുട്ടിയാ. മറ്റു പിള്ളേരെ പോലെ അല്ലെങ്കിലും ഒരുവിധം മെനക്കും വർത്തിക്കും പെടണ്ടേ? അതുപോരാ, മറ്റു പിള്ളേരെക്കാട്ടിലും മെനക്ക് വിടണം. കണ്ടാ മെനയുള്ള വീട്ടിലെ കൊച്ചാണെന്ന് തോന്നണം. അതാ പറയണത്, പിടിപ്പ് വേണം. നിന്റെ കയ്യേ ഓട്ട കയ്യാ, എത്ര കിട്ടിയാലും നിൽക്കില്ല. പിന്നെ എടാ, കുടുംബത്തൊരു പെണ്ണുണ്ടെങ്കിലേ എല്ലാറ്റിനും ഒരു നിയന്ത്രണം ഉണ്ടാവുള്ളൂ. അക്കാര്യത്തിൽ നീ എന്താ ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാത്തത്? തീരുമാനിക്കണം എന്ന് മൂത്ത് ധരിച്ചിട്ടോ? നിന്റെ മോളാണെങ്കിൽ ഇപ്പൊ കൊക്കും തൂവലും തിരിഞ്ഞു. ഇനി എന്താ പ്രശ്നം? എന്താ നീയൊന്നും പറയാത്തത്? ഇനി നിനക്കും വേണ്ടടാ ഒരു കൂട്ട്. വരട്ടെ, നമ്മക്ക് ആലോചിക്കാം. ഇത് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം 4-5 ഇതങ്ങനെയല്ല, ശരിക്കും മനസ്സിൽ തോന്നിയിട്ട് പറയണതാണ്. അപ്പൊ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അത് വേണ്ട, ഞാൻ പറയാം. അതെന്താ, നീ ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഒരൊറ്റ ഈര് പോലുമില്ല. കൊല്ലാൻ തലയിൽ പേനില്ലെങ്കിൽ തല നോക്കാൻ ഒരു രസവുമില്ല. എന്നാലും നോക്കി ചേച്ചി, ഇച്ചേച്ചിയുടെ വിരല് തലയെ തൊടുമ്പോ നല്ല സുഖാ. അതുമല്ല, അപ്പൊ നിനക്ക് സൂഹിക്കാനാണ് എന്നെ കൊണ്ട് ഈ പണി ചെയ്യിക്കണത്. കുടിക്കാൻ ഇത്തിരി കഞ്ഞിലുള്ള ഇങ്ങോട്ട് അടുത്ത്. മതി പെണ്ണെ, എന്റെ കൈ കഴിച്ചു. ഈ അച്ഛന് വെള്ളം ചോദിക്കാൻ കൊണ്ട് നേരം അതല്ലേ ചേച്ചി നിർത്തി എഴുന്നേറ്റത്? ദാഹിക്കുമ്പോഴല്ലാണ്ട് പിന്നെപ്പോഴാണ് വെള്ളം ചോദിക്കണത്? വല്ലപ്പോഴേ ചേച്ചിന് ഇങ്ങനെ സൗകര്യത്തിന് കിട്ടും, അപ്പോഴാ അച്ഛന്റെ ഒരു ദാഹം. അങ്ങനെയാണെങ്കിൽ ഇച്ചേച്ചിയുടെ കൂടെ നീ അങ്ങാട് പുറത്തോ. എനിക്കിഷ്ടാ, അച്ഛൻ സമ്മതിച്ചാ മതി. എന്നാ പറ്റി? പതിവില്ലാത്ത ചില ഉപ്പ് കുറവാണ്. അതിന് ഞാൻ ഉപ്പിട്ടില്ലായിരുന്നല്ല. ഇല്ലേ? ഇടി പെണ്ണേ, നിന്റെ അച്ഛന് ഇതെന്നാ പറ്റി? ഓ, ചാച്ചി തുടങ്ങി. എന്താണ് ഇതുവരെ വിളിക്കാത്തെന്ന് വിചാരിക്കായിരുന്നു ഞാൻ പോണ്. അല്ലെങ്കിൽ ചാച്ചി ഇപ്പൊ കടാപ്പണം കുലുക്കി പൊളിക്കും. അതാണ് വീട്. ഗുഡ് ആഫ്റ്റർനൂൺ സിസ്റ്റർ. ഗുഡ് ആഫ്റ്റർനൂൺ. വരൂ സിസ്റ്റർ. രാധയുടെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയനെ. ഈ കുട്ടി കൂടെ വന്നതുകൊണ്ട് എളുപ്പമായി. വളരെ ഉപകാരമുണ്ട് കേട്ടോ.
അയ്യോ അങ്ങനെ പറയല്ലേ, ഞങ്ങളുടെ സ്വന്തം കൊച്ചാണ്. എടാ രാഘവ, നീ ഓടിപ്പോയി ആ മാത്തുക്കുട്ടിയുടെ ചായക്കടന്ന് 2-3 നേരത്തപ്പോഴും ഒരു 2 ചായ മേടിച്ചോണ്ട് വന്നേ. നീ വായിലാട്ടം നോക്കി നിൽക്കാതെ ഒന്ന് പോയേറ്റും വാ രാഘവ. ഒന്നും വേണമെന്നില്ല, പോകാൻ ധൃതിയുണ്ട്. അങ്ങനെ പറഞ്ഞാ പറ്റുകയല്ല, എന്തെങ്കിലും കഴിക്കാതെ അച്ചു വീടുകയല്ല. ഒന്നും വേണ്ട. എടാ മരങ്ങോടാ, നോക്കി നിൽക്കാതെ പോയി മേടിച്ചോണ്ട് വാടാ. ഇരിക്കി. വേണ്ട, സമയം വൈകും. സ്കൂളിൽ വരെ വന്ന് എല്ലാരെയും കണ്ടൊന്ന് നന്ദി പറയണമെന്ന് ഓർത്തതാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. രാധ നന്നായി പഠിച്ചു, അതുകൊണ്ട് ജയിച്ചു. ഇപ്പൊ ഞങ്ങൾ വന്ന കാര്യം, മാർക്ക് ലിസ്റ്റ് വന്നു. സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും മാർക്ക് വേറെ ഒരു കുട്ടിയും വാങ്ങിയിട്ടില്ല. ഞങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ രാധയ്ക്ക് റാങ്ക് കിട്ടുമായിരുന്നു. സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് അധ്യാപക രക്ഷകർത്താ സംഘടനയുടെ ഒരു സ്വർണ്ണ മെഡലുണ്ട്. ഈ വർഷം അത് രാധയ്ക്കാണ്. നാളെ സ്കൂളിൽ വന്നത് വാങ്ങണം. നേരാണാ? ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങ വന്നേക്കാം കേട്ടാ. ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പ്രശസ്തമായ വിജയം നേടിയ PA രാധാമണിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വളരെ കുറഞ്ഞ ജീവിത സാഹചര്യങ്ങളുള്ള ഒരു കുടുംബത്തിലെ അംഗമായ രാധ പഠിത്തത്തിൽ മാത്രമല്ല കലാകായിക രംഗങ്ങളിലും സമർത്ഥയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അധ്യാപക രക്ഷകർത്ത സംഘടനയുടെ ഈ വർഷത്തെ മികച്ച വിജയിക്കുള്ള സ്വർണ്ണ മെഡൽ രാധയ്ക്ക് സമ്മാനിക്കുന്നതാണ്. അതിനുവേണ്ടി സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഡോക്ടർ ഭാരതി സഹദേവനെ ക്ഷണിക്കുന്നു. രാധയുടെ ഈ വിജയത്തിൽ രാധയേക്കാൾ നാം അനുമോദിക്കേണ്ടത് മറ്റൊരാളെയാണ്. രാധയുടെ അച്ഛൻ ശ്രീ അച്യുതൻകുട്ടി. കടലിനോട് മല്ലിട്ട് നിത്യവൃത്തി കഴിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളിയുടെ സ്നേഹവാത്സല്യങ്ങളും പ്രോത്സാഹനങ്ങളും അതിലുപരി പ്രതിജ്ഞാബദ്ധമായ ജീവിതത്തിന്റെയും ഫലമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ മകളുടെ കഴുത്തിൽ തിളങ്ങുന്ന ഈ വിജയം. വിദ്യാസമ്പന്നരും ഉദ്യോഗപ്രമുഖരുമായ മറ്റ് രക്ഷിതാക്കൾക്ക് പോലും മാതൃകയായ ഈ സാധുവായ പിതാവിനോട് ഞങ്ങൾക്കുള്ള ആദരവിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി ഒരു ഉപഹാരം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ എളിയ ഉപഹാരം ഏറ്റുവാങ്ങുവാൻ ശ്രീ അച്യുതൻകുട്ടിയെ ഞങ്ങൾ ഹൃദയപുരസരം ക്ഷണിക്കുന്നു. അച്യുതൻകുട്ടി ഇവിടെ ഇരിക്കൂ. അയ്യോ അടിയൻ നിന്നോളാവേ. നിങ്ങൾക്കൊക്കെ ഇരിക്കാൻ ഇവിടെ കസേര ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇരിക്കാൻ മറ്റാരേക്കാളും യോഗ്യത അച്യുതൻകുട്ടിക്കുണ്ട്. എന്നാലും ഇരിക്കുന്നേ. രാധയെ ഇനിയും പഠിപ്പിക്കാൻ തന്നെയല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? അതെ. അവള് പഠിച്ചു വലിയ ആളാവും. പിന്നെ അച്യുതൻകുട്ടി കടലിൽ പോയി കഷ്ടപ്പെടുവൊന്നും വേണ്ട. അയ്യോ കടലിൽ പോണത് അച്യുതൻകുട്ടിക്ക് കഷ്ടപ്പാടൊന്നുമല്ല. ഒരു കാരണവശാൽ ഇവളുടെ പഠിത്തം നിർത്തരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഞങ്ങളെ വന്ന് കണ്ടാ മതി. ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായം ചെയ്തു തരാം. ഇവിടെ ഞങ്ങളുടെ തന്നെ കോളേജ് ഉണ്ട്, അവിടെ ചേർത്താൽ മതി. ഒരു ആപ്ലിക്കേഷൻ വാങ്ങി ഒപ്പിട്ട് തന്നോളൂ, ഞങ്ങൾ തന്നെ പൂരിപ്പിച്ചു കൊടുത്തോളാം. ഏത് ഗ്രൂപ്പ് രാധയ്ക്ക് ഇഷ്ടം? അച്ഛൻ പറയണത് എന്തും. മോൾ ആരാകാനാ അച്ഛന്റെ ഇഷ്ടം? പറഞ്ഞോളൂ. എഞ്ചിനീയർ ആക്കാനോ, വക്കീലാക്കാനോ, ഡോക്ടർ ആക്കാനോ, അതോ ടീച്ചറോ? ഏതാ ഇഷ്ടം? എല്ലാം ആക്കണമെന്നാണ് അച്ഛന്. എന്നാലും ഡോക്ടർ മതി, അതാണ് ആശ.
ഇത് സ്വർണം പൂശിയതാണെന്നാ എനിക്ക് തോന്നണത്. പിന്നെ 2 പവനാ, 2 പവൻ. ഏതായാലും എന്റെ കയ്യിലിരിക്കട്ടെ. കായില്ലാണ്ടാവുമ്പോ പണയം വെക്കാല്ല. പിന്നെടാ മോനെ, കൊതിച്ചോ? ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല. പെട്ടിയുടെ അടിയില് സൂക്ഷിച്ചു വെക്കും. നിന്റെ അച്ഛനത് വിൽക്കും, നോക്കിക്കോ. അച്ഛൻ വിൽക്കണമെങ്കിൽ വിറ്റോട്ടെ. പാവം, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ എന്തെല്ലാം ചെലവ് വരുമെന്നറിയോ? ബുക്സ് തന്നെ എത്ര എണ്ണം വേണമെന്നറിയോ? ആലോചിക്കുമ്പോ പേടിയാവുക. ഇതൊക്കെ എങ്ങനെയാ ഞാൻ പഠിച്ചെടുക്കാൻ ഈശ്വര? ഓ, പുസ്തകം വായിച്ച് പഠിക്കണത് മലമറിക്കണ പണിയാണ്. എന്നിട്ട് ഈ പറയുന്ന ആളെന്താ 6ാം ക്ലാസ്സിൽ തോറ്റു തൊപ്പിയിട്ട് നിർത്തിയത്? ഓ, അതെനിക്ക് മടിയായിട്ടാണ്, അല്ലാതെ ബുദ്ധിയില്ലാണ്ടൊന്നുമല്ല. കടലിൽ കിടക്കണ മീനെ പിടിക്കാമെങ്കിൽ പിന്നെ ഒരു 10ാം ക്ലാസ് പാസ്സാകാനാണ് വിഷമം. പഠിച്ചിട്ടിപ്പ എന്തിനാണ്? വെളുത്ത കുഞ്ഞു വല്യച്ഛന്റെ മോൻ ദിവാകരേട്ടൻ 10 ജയിച്ചപ്പോ എന്തായിരുന്നു പുകില്? പിന്നെ അവന് മീന്റെ മണം കേൾക്കണ തറപ്പായിരുന്നു. പോസ്റ്റ്മാനായിട്ട് ജോലിയും കൂടി കിട്ടിയപ്പോ പവർ പറയാനുമില്ല. നല്ല പെയ്ത്താണെങ്കിൽ അയ്യാക്കൊരു മാസം കിട്ടണ കായ എനിക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടും. എന്നാലും ഉദ്യോഗത്തിന്റെ ഒരു ഡിഗ്നിറ്റി. ഓ, നിനക്കപ്പ അതാണ് വലുത്. ചുമ്മാതല്ല ഇപ്പൊ എന്നെ കണ്ണി പിടിക്കാത്തത്. അങ്ങനെ വല്ല വിചാരം ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേക്ക്, ഞാൻ ഒഴിഞ്ഞോളാം. എന്റെ പൊന്നെ, ഇങ്ങനെ ഒരു ചെക്കൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? അല്ല, ഞാൻ പറയാണ്, കായുണ്ടെങ്കിൽ എല്ലാ പവറും ഉണ്ട്. മാടക്കാത്രയിലെ പപ്പനാവനറിയാൻ എന്താണ് മോശം? കാറ്, ബോട്ട്, കൊട്ടാരം പോലൊരു വീട്, അവിടെ വലിയ വലിയ ആഫീസർമാര് ദിവസവും വന്ന് കണ്ടു പോണ്. അയ്യാക്ക് അതിന് മാത്രം പഠിപ്പുണ്ടാ? MLA വരെ ആയില്ലേ മൂപ്പര്? എന്നാ പപ്പനാവനറിയനെ പോലെ ഒരു MLA ആവും. ആ, നീ കളിയാക്കൊന്നും വേണ്ട. ഒരു 4-5 കൊല്ലം കൂടി കഴിയട്ടെ, ഞാനും ഒരു ബോട്ട് വാങ്ങും, പുറംകടലിൽ പോയി വാരും. എന്നിട്ട് പപ്പനാവനരന്റെ മക്കളെ പോലെ സിലിക്കിന്റെ ജുബ്ബായും മുണ്ടും കഴുത്തിലൊരു സ്വർണത്തിന്റെ ചങ്ങലയും ടീസറും വലിച്ച് രാഘവനി കടാപ്പുറത്തൊന്ന് വലസും. അപ്പൊ ഈ പാവങ്ങളെ മറക്കുവോ? നിന്നെ ഞാൻ വന്നു കൊണ്ടുപോകും. ഇവിടുന്നൊക്കെ പോണമ്മക്ക് ഒരു മലേന്റെ നടുക്കൊരു വീട് വെക്കണം. ഓടിട്ട ഒരു വീട്, നിറച്ചു പൂക്കളും പച്ചച്ച പുല്ലും ഒക്കെ നട്ടുപിടിപ്പിക്കണം നമ്മക്ക്. എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് 100 കൊല്ലം അവിടെ ജീവിക്കണം നമ്മക്ക്. അയ്യോ, അച്ഛനാന്നാ തോന്നണേ. നമുക്ക് പോവാ. നീ വയ്ക്കോ, ഞാനിവിടെ ഇങ്ങനെ കിടക്കും നാളെ നേരം വെളുക്കണവരെ. ഒറ്റയ്ക്കോ? ഒറ്റക്കല്ല, എന്റെ പെണ്ണിന്റെ കൂടെ. കണ്ണടച്ച ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ കിടക്കും. എല്ലാ രാത്രിയും ഞങ്ങൾ ഒരുമിച്ച. ഏത് പെണ്ണ്? ദാ നിക്കണ്, ദാ ഇപ്പൊ കാണാം. എന്റെ നെഞ്ചത്തങ്ങനെ പറ്റി കിടക്കുകയാണ്. അഴകീ